അതെ, എനിക്ക് ഡീലുണ്ട്. പാലക്കാട് സ്ഥാനാർത്ഥി NMR റസാഖ് തുറന്ന് സമ്മതിച്ചു. കോൺഗ്രസ് ആരോപണം ശരിയാണ്. മാതൃഭൂമി ചാനലിലെ അഭിലാഷ് മോഹന്റെ ചോദ്യത്തിന് ഡീലിനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ സകല ആരോപണങ്ങളെയും അദ്ദേഹം ശരിവെച്ചു. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി ഈ ഡീൽ ആരോപണത്തിൽ NMR റസാഖിനോട് ചോദിച്ചു. അപ്പോൾ NMR റസാഖിനെ ഒരു ഡീലിന്റെ ആളായി ചിത്രീകരിക്കുന്നവർക്കുള്ള മറുപടി ഡീലുണ്ട്. ജനങ്ങളുമായിട്ട് ഒരു ഡീലുണ്ട്. മൂന്നാമത് വരുന്ന പിണറായി ഗവൺമെന്റ് ജനങ്ങളുമായിട്ട് ആ ഡീല് പുതുക്കിയിരിക്കുകയാണ്. ആ ഡീലിന്റെ ഭാഗമായി ഇനിയും വലിയൊരു മാറ്റം പാലക്കാട് ഉണ്ടാവും. അതന്നെയാണ് ആകെയുള്ള ഡീല്. അല്ലാതെ ഒരു ഈ പറയുന്ന ആരോപണങ്ങൾക്ക് ആദ്യമേ പറഞ്ഞതാണ്. ഡീല് ജനങ്ങളുമായിട്ടുണ്ട്. വളരെ നല്ലൊരു ഡീലാണ്. ആ ഡീലിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. എവിടെ നിന്ന് എന്ന് ഒരു പ്ലാൻ എന്തായാലും കൃത്യമായിട്ട് ഒരു ബിസിനസ്സുകാരൻ എന്തായാലും കണക്കുകൂട്ടൽ ഉണ്ടാവുമല്ലോ. എവിടെ നിന്നാണ് വോട്ട് വരാൻ പോകുന്നത്? എന്റെ വീട്ടില് ഒരാള് MLA ആണ് എന്നൊരു പ്രതീതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന വോട്ട് വരേണ്ടത്? എല്ലാ വീട്ടിൽ നിന്നും വോട്ട് വരും. അതിന്റെ അപ്പുറമൊന്നുമില്ലല്ലോ. എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ MLA ആകുമ്പോൾ ഞാൻ അയാൾ വോട്ട് ചെയ്യില്ലേ? ഇത് തന്നെയാണ്. നമ്മുടെ കൂടെ LDFന്റെ സ്ഥാനാർത്ഥി NMR റസാഖുണ്ട്. ഞാൻ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോ പരിചയപ്പെട്ടതാണ് ബിരിയാണിയായിരുന്നു പരിചയം. പക്ഷെ ഇന്ന് സ്ഥാനാർത്ഥിയായ NMR റസാഖിനെ എല്ലാവർക്കും പരിചയമായിരിക്കുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം ഏറ്റവും ചർച്ചയാവുന്ന ഒരു മണ്ഡലത്തില് LDFന്റെ സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്നത് ഒരു അപ്രതീക്ഷിത നിയോഗമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിനെങ്ങനെയാണ് ഏറ്റെടുത്തത്? നാട്ടുകാരും കൂടെയുള്ളവരും ഒപ്പം താങ്കളും എങ്ങനെ ഏറ്റെടുത്തിരുന്നു? ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ വളരെ ആവേശത്തോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും അത് വളരെ വലിയൊരു മാറ്റത്തിന്റെ ശങ്കുലി മുഴക്കുന്ന തരത്തിൽ ഇവിടുത്തെ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വോട്ടർമാർ, പാലക്കാട് അസംബ്ലി നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരും അവരുടെ സ്വന്തം സഹോദരനോ സ്വന്തം മകനോ ഒക്കെയുള്ള അല്ലെങ്കിൽ അയൽക്കാരനോ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് പുതിയൊരു MLA ആയി കിട്ടും എന്നുള്ള ബോധ്യത്തോടുകൂടി അവരും വലിയ സന്തോഷത്തിലാണ് ഏറ്റെടുത്തത്. എങ്ങനെയാണ് LDF സ്ഥാനാർത്ഥി? ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളല്ല, ഒരു കച്ചവടക്കാരൻ എന്നുള്ളതിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നത് എങ്ങനെയാണ്? ഇടതുപക്ഷ പശ്ചാത്തലം തന്നെയാണ് എൻ്റെ കുടുംബം മൊത്തം. പശ്ചാത്തലം ഇല്ലാന്നില്ല. പക്ഷെ നമ്മൾ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല കുറെ കാലം. ഞാൻ SFIയിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് നമ്മുടെ പ്രാരാബ്ദങ്ങളും മറ്റുമായി നമ്മളെ ജോലി മറ്റുമായിട്ട് അങ്ങനെ മാറുന്നു. പിന്നീട് യാദൃശ്ചികമായി പാലക്കാട് ഇടതുപക്ഷത്തിന്റെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇപ്പോഴില്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും അങ്ങനെ നമ്മളുടെ പേര് അതിനകത്ത് ഉച്ചരിക്കപ്പെട്ടു. ആദ്യം ചോദിച്ചത് മത്സരിക്കുന്നോന്ന്? ആ ചോദ്യം ആരാ ചോദിച്ചത് എനിക്ക് അത്രക്കെങ്കിലും ഓർമ്മയില്ല. എന്താണെങ്കിലും നേതൃത്വം തന്നെയാണ് അതിന്റെ ചോദ്യം ചോദിച്ചത്. നിങ്ങളുമായി ബന്ധപ്പെട്ട നേതൃത്വ സുഹൃത്തുക്കളുണ്ട് അതിനകത്ത്. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു, ഇങ്ങനെ സഖ്ബേ നമുക്കൊരു ആവശ്യമുണ്ട്, നടപ്പാക്കുമോ? നിങ്ങൾ ഈ ചോദിക്കാനൊരു പ്രയാസം ഉണ്ടെങ്കിൽ പോലും നടപ്പാകുമെന്ന് ചോദിച്ചു. പിന്നെ അതിന്റെ തുടർ ചർച്ചകൾ, ഒരുപാട് ചർച്ചകൾ നടന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. പലരും സ്വതന്ത്രരായി മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോ പാലക്കാട് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിവാദത്തിന്റെ കേന്ദ്രമാണ്. അതിന്റെ കാരണം അറിയാലോ, ഡീൽ ആരോപണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചു, KC വേണുഗോപാൽ ഉന്നയിച്ചു, കാശ് കൊടുത്ത് NMR റസാഖ് സീറ്റ് വാങ്ങിച്ചാന്ന് പറഞ്ഞു, BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീലാണെന്ന് പറഞ്ഞു. ഇതിനെല്ലാം ഒറ്റയടിക്ക് ഉത്തരം പറയും. ആശയ ദാരിദ്ര്യം. കാരണം ഇതിനകത്ത് ഈ നമുക്ക് സാധാരണഗതിയിൽ ഒരു 10 വർഷം തുടർച്ചയായി ഒരു ഗവൺമെന്റ് ഭരിക്കുകയാണ്. ആ ഗവൺമെന്റിനെതിരായിട്ട് ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാകുമെന്നും അതിന് നമുക്ക് വോട്ടാക്കി മാറ്റാൻ നമുക്ക് ചിന്തിക്കുന്നതിന് പകരം അങ്ങനെ ഒരു സംഭവം ഇല്ല കേരളത്തിൽ. ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നിരിക്കെ ഇവർക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ ഇത് വിവാദങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ട് ശ്രദ്ധ എവിടെയെങ്കിലും കേന്ദ്രീകരിക്കണമല്ലോ. ഭരണവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഈ അടിസ്ഥാനപരമില്ലാത്ത വസ്തുതാപരമില്ലാത്ത പല ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂസ് ഉണ്ടാക്കുക, മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടിയുള്ള ഒരു പാഴ് ശ്രമം എന്ന് പറയാം. സാധാരണഗതിയിൽ ഇവിടെ ഉണ്ടായ വിവാദങ്ങളിലേക്ക് ശേഷം ഒരു രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടക്കുന്ന പ്രതീക്ഷിക്കുമ്പോഴായിരുന്നു ശ്രീ റസാഖ് സ്ഥാനാർത്ഥിയായി വരുന്നത്. വിവാദങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ആരോപണങ്ങൾ പലയിടത്തും പല ആരോപണങ്ങളാണ്. രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് പാലക്കാട് നടക്കുന്നത്. അതിനകത്ത് യാതൊരുവിധ മാറ്റമില്ല. രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈറ്റ് തന്നെയാണ്. കാരണം ഇവിടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ സംഭവിച്ചതിൽ മനമെടുത്ത് നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് പാലക്കാട്. കേരളം വികസനം കുതിപ്പ് നടത്തുമ്പോൾ പാലക്കാട് വികസനത്തിൽ കിതപ്പാണ് കണ്ടുവയ്ക്കുന്നത്. നമ്മൾക്ക് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ജനപ്രതിനിധിയായിട്ട് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആരെയാണ് എതിരാളിയായി കാണുന്നത്? ശോഭാ സുരേന്ദ്രനാണോ, രമേശ് പിഷാരടിയാണോ? ഇവിടെ എതിരാളികൾ ആയിട്ട് കാണുന്നതിന് പകരം പാലക്കാട് മണ്ണ് ഇടതുപക്ഷത്തിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ്. ഈ പാലക്കാട് അസംബ്ലി മണ്ഡലം മുഴുവൻ ജനങ്ങളും ഈ ഇടതുപക്ഷത്തിന്റെ ഒരു MLA പാലക്കാട് അസംബ്ലിയിലേക്ക് വരാനുള്ള മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് അതിന് തയ്യാറായി നിൽക്കുകയാണ്. പല തവണയായി 3-ാം സ്ഥാനത്താണ്. നമുക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലതെ 2021-ലതെ 2016-ലതെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ
അവിടെ UDF-ഉം BJP-യും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നു. ഇപ്പൊ NMR റസാഖ് അവിടെ മത്സരിക്കുന്നു. ഈ മണ്ഡലത്തിൽ നഗരത്തിൽ ബന്ധങ്ങളുള്ള ഒരാൾ, അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ. അത് പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ന്യൂനപക്ഷ വോട്ടുകളടക്കം ഒരു വിള്ളലുണ്ടാക്കി BJP-യെ ജയിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നാണ് നമ്മൾ ആ ടെക്സ്റ്റ് അങ്ങനെ പരിശോധിച്ചാൽ അതിനെന്താണ് മറുപടി? ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് ഞാൻ പല തവണ ആവർത്തിച്ചാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനമാണ് ഇടതുപക്ഷത്തിനുള്ളത്. പിന്നെ ബാക്കിയെല്ലാം അസ്ഥാനത്താണ്. മതേതര മനസ്സുള്ള ഈ പാലക്കാട് അസംബ്ലി നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ മതേതര സ്വഭാവമുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കണം. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ബാക്കിക്കൊന്നും പ്രസക്തമില്ല. ബാക്കി പറയുന്ന ഏതും പ്രസക്തമില്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി ഈ ഡീൽ ആരോപണത്തിൽ NMR റസാഖിനോട് ചോദിച്ചു. NMR റസാഖ് പല പ്രധാനപ്പെട്ട നേതാക്കളുടെയും സുഹൃത്താണ്. സ്വാഭാവികമായിട്ട് ഒരു ആതിഥേയൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും ബിരിയാണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ. അപ്പോൾ NMR റസാഖിനെ ഒരു ഡീലിന്റെ ആളായി ചിത്രീകരിക്കുന്നവർക്കുള്ള മറുപടി? ഡീലുണ്ട്, ജനങ്ങളുമായിട്ട് ഒരു ഡീലുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 കൊല്ലമായി ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തി വികസന കുതിപ്പിന്റെ പെരുമഴ പെയ്യിക്കുന്ന ഒരു ഗവൺമെന്റ് ഇരിക്കുമ്പോൾ മൂന്നാമത് വരുന്ന പിണറായി ഗവൺമെന്റ് ജനങ്ങളുമായിട്ട് ആ ഡീല് പുതുക്കിയിരിക്കുകയാണ്. ആ ഡീലിന്റെ ഭാഗമായി ഇനിയും വലിയൊരു മാറ്റം പാലക്കാട് ഉണ്ടാവും. അതന്നെയാണ് ആകെയുള്ള ഡീല്. അല്ലാതൊരു ഈ പറയുന്ന ആരോപണങ്ങൾക്ക് ആദ്യമേ പറഞ്ഞതാണ്. ഡീല് ജനങ്ങളുമായിട്ടുണ്ട്. വളരെ നല്ലൊരു ഡീലാണ്. ആ ഡീലിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. പാറശാലയിൽ നിന്ന് ഇങ്ങ് വരെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ പറ്റിയായിരിക്കും. അപ്പോൾ ഇടത് നേതാക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം പറയുന്ന ഒരൊറ്റ മറുപടിയുണ്ട്. അവിടെ ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നാ. എവിടെ നിന്ന് വോട്ട് വരും? ഇപ്പം അഭിലാഷ് പറഞ്ഞ പോലെ എത്രയോ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 3ാമതാണ് LDF ഇവിടെ നിൽക്കണേ. എവിടെ നിന്ന് എന്ന് ഒരു പ്ലാൻ എന്തായാലും കൃത്യമായിട്ട് ഒരു ബിസിനസ്സുകാരൻ എന്തായാലും കണക്കുകൂട്ടൽ ഉണ്ടാവുമല്ലോ. എവിടെ നിന്നാണ് വോട്ട് വരാൻ പോകുന്നത്? എന്റെ വീട്ടില് ഒരാള് MLA ആണ് എന്നൊരു പ്രതീതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന വോട്ട് വരേണ്ടത്? എല്ലാ വീട്ടിൽ നിന്ന് വോട്ട് വരും. അതിന്റെ അപ്പുറമൊന്നും ഇല്ലല്ലോ. എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ MLA ആകുമ്പോൾ ഞാൻ അയാൾക്ക് വോട്ട് ചെയ്യില്ലേ? ഇത് തന്നെയാണ്. 37,000 വോട്ടായിരുന്നു. ഏതാണ്ട് 36 മുതൽ 38 വരെ റേഞ്ചിലാണ് സരിനും അതുപോലെ തന്നെ പ്രമോദും ഒക്കെ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 44,000 ഉയർന്നു. ജയിക്കണമെങ്കിൽ 50+ വേണം എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ ഈ മത്സരം, പണ്ട് പാലക്കാട് മത്സരത്തെക്കുറിച്ച് BJP-യെ തോൽപ്പിക്കാനുള്ള മത്സരം എന്നൊക്കെ പറയും. ഈ മത്സരം NMR റസാഖിന് BJP-യെ തോൽപ്പിക്കാനുള്ള മത്സരമാണോ, ജയിക്കാനുള്ള മത്സരമാണോ? വിജയം സുനിശ്ചിതം. വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. റെക്കോർഡ് ഭൂരിപക്ഷമാണ് നേട്ടം. അപ്പൊ അതിന് മുന്നിൽ ബാക്കിയെല്ലാം അപ്രസക്തമാണ്. BJP ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന, ഒരുപക്ഷെ അവരുടെ ഏറ്റവും ആദ്യം അവർ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മണ്ഡലമാണ്. അവിടെ അത് വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. BJP-യെ തോൽപ്പിക്കാന്ന് പറയുന്നതും കൂടെ LDF-ന്റെ ഒരു പ്രഖ്യാപിത നയം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷം അതിന്റെ എല്ലാ ബോഡിയിലും അതിന്റെ ചർച്ചകൾ നടത്തിയിട്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുക. നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ സിസ്റ്റം എന്താണെന്നുള്ളത്. അത് സാധാരണഗതിയിൽ അങ്ങനെ ഒന്നും ചർച്ച ചെയ്യാതെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം ആവില്ല. ഒന്ന്. രണ്ടാമത്തത്, എല്ലാ സ്ഥാനാർത്ഥികളും നിങ്ങൾ പറഞ്ഞ മാതിരി ആരോ ജയിക്കുന്നവരല്ലേ, എല്ലാ സ്ഥാനാർത്ഥികളുടെയും എല്ലാ പാർട്ടികളും വെക്കുന്നത് വിജയിക്കാനാണ്. ഇടതുപക്ഷം വെച്ചിരിക്കുന്നത് വിജയിക്കാനാണ്. വിജയത്തിന്റെ അപ്പുറം ഒന്നുമില്ല ഈ പാലക്കാട് മണ്ഡലത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഭാവിയിലും ബിരിയാണി NMR നിന്ന് കഴിക്കാം. ആണെങ്കിൽ അഭിലാഷിന് ഓടി വന്ന് ബിരിയാണി കഴിക്കാൻ നേരത്തെ NMR റസാഖ് ആതിഥേയനായിട്ട് ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളതാണ് എന്റെ സംശയം. ഉണ്ടാവോ? കയ്യെത്തും ദൂരത്താണ് MLA. ശരി, അതാണ് LDF സ്ഥാനാർത്ഥി NMR റസാഖിന് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. കൃത്യമായിട്ടുള്ള ഡീലാണ്, ഒരു സംശയവും വേണ്ട. അവിടുത്തെ സകല മനുഷ്യരുമായിട്ട് ഡീലുണ്ട്. അതിന് 2-3 ചിത്രം കൂടി നിങ്ങളെ കാണിക്കാം. ഇതേ നോക്കിയേ, അദ്ദേഹത്തിന് പാലക്കാട് മണ്ഡലത്തിൽ വരുന്ന സകലമാന മനുഷ്യരുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമാണ് ഈ കാണുന്ന ചിത്രങ്ങൾ. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. സതീശനുമായിട്ടുള്ള ഡീൽ നോക്കിയേ, നല്ല ഭംഗിയായിട്ടല്ലേ ആ ഡീൽ നടക്കുന്നത്. ഇനിയുമുണ്ട് ഡീൽ. സതീശൻ പറഞ്ഞതുപോലെ BJP ഡീൽ. ഇതേ നോക്കിയേ, പാലക്കാട് NMR റെസ്റ്റോറന്റിൽ ബിരിയാണി കഴിക്കാൻ വന്നപ്പോൾ അവിടെ വെച്ച് സുരേഷ് ഗോപിയുമായിട്ട് ഡീലുണ്ട്. അതുപോലെ CPM നേതാക്കളുമായിട്ടും വർഷങ്ങളായിട്ടുള്ള ഡീലുണ്ട്. ഇതിനു പുറമെയാണ് ആ നാട്ടിലുള്ള സകലമാന ജനങ്ങളും. എങ്ങനെ? രാഷ്ട്രീയ ഭേദമന്യേയുള്ള സകല ജനങ്ങളുമായിട്ട് ഡീലുണ്ട്. ആ ഡീലാണ് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള തൻ്റെ വ്യവസായ സ്ഥാപനവും ആ നാട്ടിലെ തൻ്റെ പൊതുപ്രവർത്തനവും. അപ്പോൾ എന്തുകൊണ്ടാണ് വാലിൽ തീ പിടിച്ചതെന്ന് മനസ്സിലാകുന്നില്ലേ? അയാളുടെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് അയാളുമായിട്ട് സംവദിച്ചപ്പോൾ സതീശൻ നടത്തിയ ഡീൽ എന്തായിരുന്നു? BJP-യിൽ നിന്നുള്ള എന്തെങ്കിലും സഹായം തനിക്ക് കിട്ടുമോ എന്നാണോ അദ്ദേഹം അന്ന് NMR റസാഖിനോട് രഹസ്യമായി ഈ ചോദിച്ച ചോദ്യം? അപ്പോൾ ഡീലിനെ കുറിച്ചുള്ള ഡയലോഗ് അടിക്കെല്ലാം കൂടിയുള്ള മറുപടിയാണ്, അതെ, ജനങ്ങളുമായാണ് ഡീൽ. അതിൽ പൊതുപ്രവർത്തന രംഗത്ത്
സാമൂഹ്യ സേവന രംഗത്ത് താൻ നിന്ന സമയത്ത് എല്ലാ മനുഷ്യരുമായിട്ട് ഡീലുണ്ട്. ആ ഡീലാണ് തന്നിൽ ഇടതുപക്ഷം വിശ്വാസമർപ്പിച്ചത്. പാലക്കാടുകാരൻ കൂടിയായ തനിക്ക് തൻ്റെ കുറേ കാലത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളും തൻ്റെ വ്യവസായ മേഖലയിലെ പ്രവർത്തനങ്ങളും ആ നാട്ടിലെ സകല മനുഷ്യരുമായിട്ട് ഒരു മാനസിക ഡീൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഡീൽ തന്നെയാണ് ഇക്കുറി പാലക്കാട്ടെ വിജയമെന്ന് അടിവരയിട്ട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരുടെ മൂട്ടിൽ തീ പിടിച്ചതെന്നും സുഡാപ്പി ഹീറോ ആയിട്ടുള്ള ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് മുങ്ങി എന്നുള്ള വിവരം പുറത്തു വരാൻ കാരണമെന്തെന്നും ആ മറുപടി തെളിയിക്കുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോയ പശ്ചാത്തലത്തിൽ ഇനി പഴി തൻ്റെ തലയിൽ വരാതിരിക്കാൻ ഷാഫി എസ്കേപ്പായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പാലക്കാട് നിന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം.